ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ഭക്ഷണം എങ്ങനെയാണ് തങ്ങളുടെ മുന്നിലെത്തിയത് എന്ന് ആലോചിക്കാറുണ്ടോ? ആലോചിക്കാത്ത ആൾക്കാരില്ലേ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയൂല. 10% ആൾക്കാരെങ്കിലും ഈ അന്നത്തിനെ കുറിച്ച്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച്, അതിൽ നിന്നും കിട്ടുന്ന യാതനയുടെ ഫലമായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ചിന്തിക്കും. വെറും 10% മാത്രമേ ചിന്തിക്കുള്ളൂ. 90% ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന മട്ടിലായിരിക്കും അവർ ജീവിക്കുന്നത്. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഭക്ഷണം നമ്മളുടെ അടുത്തെത്തി നമ്മളത് കഴിച്ച് സംതൃപ്തരാവുമ്പോൾ ഇതിന് പിന്നിലുള്ള ഒരുപാട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ആൾക്കാരെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുക തന്നെ വേണം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് നമ്മുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കാഠിന്യമായ പ്രവർത്തനങ്ങൾ ഇതിലുണ്ട്. അവർ കഷ്ടപ്പെട്ട് ഒരു നെല്ലുമണി അരി പോലും കളയാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അതിന് പല തരത്തിലുള്ള ജോലികൾ ചെയ്താണ് നമ്മുടെ മുന്നിലെത്തുന്നത്. അരിയുടെ കാര്യം മാത്രമല്ല, ഏത് ആഹാര സാധനങ്ങളായാലും എങ്ങനെ നമുക്ക് ഭക്ഷിക്കാനുള്ളതായാലും നമ്മുടെ മുൻപിൽ എത്തുന്നത് വളരെ വളരെ പ്രയത്നങ്ങൾ പല ആൾക്കാർ പല രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. അല്ലാതെ ഒരു നിമിഷം കൊണ്ടല്ല നമ്മുടെ മുന്നിൽ ഈ ആഹാര സാധനങ്ങൾ എത്തി നമ്മുടെ വിശപ്പ് അടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രകൃതിയും. പ്രകൃതിയിലുള്ള ഒരു സാധനവും ആദ്യമേ ഒരു നിമിഷം കൊണ്ട് ഇത്രയും ഡെവലപ്പായതല്ല. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുടേതായാലും എല്ലാത്തിൻ്റെതായാലും അതിനൊരു ഉറവിടമുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം ഈ കാര്യങ്ങൾ എല്ലാം ചെയ്ത ഒരു വൻ ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ വരുന്ന ആഹാരം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ ഒരു മന്ത്രം പറഞ്ഞ് കഴിക്കുന്ന ഒരു ശീലം ഒരു കാലത്തുണ്ടായിരുന്നു. ഇത് അമ്പേ മറികടന്നിരിക്കുകയാണ്, എല്ലാവരും മറന്നിരിക്കുകയാണ്. അതിനുള്ള ഇട വരുത്താതെ നമ്മുടെ മുന്നിൽ വരുന്ന ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വൻ ശക്തി ഉണ്ടെന്ന് വിചാരിച്ച് മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച്, ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമോ അതിന് വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.